ഈ ബ്ലോഗും ഇതൊക്കെ കണ്ടുകാണ്ട് നമ്മളെ കൊണ്ടോട്ടിയുള്ള ഇബ്രാഹിം നാട്ടുവൈദ്യൻ എന്നുള്ള ആളെത്തി പോയിന്. എനിക്കിൻ്റെ മോനെ ഏകദേശം ഒരു 3 വർഷമൊക്കെ ആയിക്കും ഈ ചങ്ക് കയറൽ രാത്രി ആകുമ്പോൾ. അതുപോലെ എനിക്കൊരു 10-12 വർഷമായി. നമ്മൾ ഒന്ന് ഉറങ്ങി എണീറ്റ തുമ്പൽ, പിന്നെ അതേമാതിരി മഴ കൊണ്ട് ശരീരം ചൊറിയൽ വരിക, ഇങ്ങനത്തെ ഈ വിഷയങ്ങളൊക്കെ വന്ന് ഞാൻ ഇത് കണ്ട് ഇങ്ങനെ ഈ നമ്മളെ കൊണ്ടോട്ടിയുള്ള ആളെടുത്തേക്ക് പോയിട്ട് പിന്നെ അവിടുത്തെ മരുന്ന് ഞാനൊരു ഫസ്റ്റ് ഒരു പ്രാവശ്യം നമ്മളൊരു 10 ദിവസം 15 ദിവസത്തിന് ഉണ്ടാവും അത്. പിന്നെ ഞാനിത് പോയി മരുന്ന് കുടിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് ആശ്വാസം തന്നെയാണ്. ഈ ശ്വാസം തിങ്ങൽ, അതേമാതിരി തുമ്പൽ, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഈ ശരീരത്തിൻ്റെ വിഷയങ്ങൾ ഒരുപാട് ആശ്വാസം എനിക്കും എൻ്റെ മോനൊക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു അലർജി വിഷയം, കണ്ണ് ചൊറിച്ചിൽ, തുമ്പൽ, ഇങ്ങനത്തെ ഈ ശ്വാസം തിങ്ങലൊക്കെ ഒരുപാട് ആൾക്കാർ ഞാനൊരു ബാർബർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ കംപ്ലൈൻറ്റ് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാരെ നമ്മളെ കൂട്ടുകാരോടൊക്കെ പറയലുണ്ട്, ഇങ്ങനെ സംഭവമുണ്ട്, ഇങ്ങനെ സ്ഥലത്ത് പോയി നോക്കേണ്ടി പറയും. അവരെ ഇഷ്ടം പോകണോ പോകണ്ടേ എന്നുള്ളത്. നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ ആ ഗുളിക ഒന്ന് കുടിച്ചാൽ ഭയങ്കര ക്ഷീണമൊക്കെ നമുക്ക്. അതിനപേക്ഷിച്ച് എത്രയോ ബെറ്ററായി ഈ ഒരു സാധനം. ഞങ്ങൾ കുടിച്ചു നോക്കിയിട്ട് നമുക്ക് ഭയങ്കര മാറ്റമാണ്. അൽഹംദുലില്ലാ.